ഇന്ത്യ പാക് സംഘർഷം അതിരൂക്ഷം. പാക് പ്രകോപനം തുടരുകയാണ്. പാകിസ്ഥാന് ചുട്ട മറുപടി നൽകി ഇന്ത്യ. INS വിക്രാന്തിനെ കളത്തിലിറക്കി ഇന്ത്യൻ നീക്കം. 4 പാക് പോർ വിമാനങ്ങൾ ഇന്ത്യ വെടിവെച്ചിട്ടു. 2 പാക് പൈലറ്റുമാർ പിടിയിൽ. ഉറിയിലെ ഷെല്ലാക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു. ജമ്മുവിലെ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജമ്മു മേഖലയിൽ, പഞ്ചാബിലും ചണ്ഡീഗഡിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. പാകിസ്ഥാൻ ആക്രമണത്തിന് പിന്നാലെ രാജ്യ തലസ്ഥാനത്ത് നിർണായക കൂടിക്കാഴ്ചകൾ നടക്കുകയാണ്. രാജ്നാഥ് സിംഗ് ഉടൻ പ്രധാനമന്ത്രിയെ കാണും. അതേസമയം ലോക രാജ്യങ്ങളോട് സഹായം അഭ്യർത്ഥിച്ച് പാകിസ്ഥാൻ രംഗത്തെത്തിയിരിക്കുന്നു. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും നാഷണൽ ഡെസ്കിൽ നിന്നുമായി ഗൗതം അമ്രകുഞ്ചവും VS സനോജും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം VS സനോജിലേക്കാണ്. സനോജ്, വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങളാണ് ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്നത്. ന്യൂഡൽഹി ഏത് വിധത്തിൽ പ്രതികരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഉൾപ്പെടെ ലോകരാജ്യങ്ങൾ ആകെ നോക്കിക്കാണുകയും ചെയ്യുന്നത്. ഇന്ത്യക്കെതിരായ ഏകപക്ഷീയമായ ആക്രമണം നടത്തുകയായിരുന്നു ഇന്നലെ പാകിസ്ഥാൻ വീണ്ടും ചെയ്തത്. ഇന്ത്യ പ്രതിരോധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഡൽഹിയിൽ എന്ത് സംഭവിക്കുന്നു സനോജ്? ബിനിൽ, അതായത് ഇന്ത്യ അടുത്ത ഘട്ടത്തിലേക്ക് ഏതൊക്കെ തരത്തിലേക്കുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കേണ്ടതുണ്ട്, എന്തൊക്കെ നടപടികളിലേക്ക് പോകേണ്ടതുണ്ട്, ഇത് സംബന്ധിച്ച വളരെ നിർണായകമായ യോഗങ്ങൾ, അത്തരത്തിലുള്ള കൂടിയാലോചനകൾ നടക്കുകയാണ്. ഇപ്പോൾ രാജ്നാഥ് സിംഗ് സേനാ മേധാവികൾ രാജ്നാഥ് സിംഗിനെ കാണാൻ സംയുക്ത സേനാ മേധാവികളെല്ലാം തന്നെ, അതുപോലെ തന്നെ സംയുക്ത സൈന്യത്തിൻ്റെ അതായത് തലവനായിട്ടുള്ള അനിൽ ചൗഹാൻ ഉൾപ്പെടെയുള്ളവരെ രാജ്നാഥ് സിംഗിനെ കണ്ട് ഈ കാര്യങ്ങൾ വിശദീകരിക്കും. അതിനുശേഷം പ്രധാനമന്ത്രിയെ കാണും രാജ്നാഥ് സിംഗ്. ഒപ്പം തന്നെ അജിത് ഡോവൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ കാര്യങ്ങൾ സംബന്ധിച്ച് രാജ്നാഥ് സിംഗുമായും ഒപ്പം തന്നെ അമിത്ഷായുമായും കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ഏതായാലും ഇന്ന് സൈനിക മേധാവികളുടെ യോഗം നടക്കുന്നു. ഒപ്പം തന്നെ 24ഓളം വിമാനത്താവളങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിമാനത്താവളങ്ങളുടെ സുരക്ഷ കൂട്ടുന്നത് സംബന്ധിച്ച് പുതിയ ക്രമീകരണങ്ങൾ, നിർദ്ദേശങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നു. 24 വിമാനത്താവളങ്ങൾ മൊത്തത്തിൽ ഇന്ത്യയിൽ അടച്ച സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട്. അത് ഇന്ന് വൈകുന്നേരം വരേക്ക് അത് തുടരാനും അതിൽ തന്നെ അതിർത്തി മേഖലയിലുള്ള വിമാനത്താവളങ്ങൾ അനിശ്ചിതമായി തന്നെ സർവീസുകൾ, ഓപ്പറേഷൻസ് നിർത്തിവെക്കാനുമുള്ള നിർദ്ദേശം നിലവിൽ നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടുതൽ ക്രമീകരണങ്ങൾ എന്തെല്ലാം വിമാനത്താവളങ്ങൾ വഴി, അതുപോലെ തന്നെ തുറമുഖം വഴിയുള്ള സുരക്ഷകൾ ഏതൊക്കെ ക്രമീകരണങ്ങൾ നടപ്പാക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, വിവിധ ക്യാബിനറ്റ് സെക്രട്ടറിമാരുടെ യോഗം കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്നു. ഈ യോഗത്തിൽ വളരെ പ്രധാനമായ, അതായത് ഡിഫൻസ്, അതുപോലെ തന്നെ ആഭ്യന്തരം, വിദേശകാര്യം, ഒപ്പം തന്നെ ഊർജം, ടെലികമ്മ്യൂണിക്കേഷൻ അടക്കം, ആരോഗ്യം, വൈദ്യുതി അടക്കമുള്ള വിവിധ വകുപ്പുകളുടെ മന്ത്രാലയങ്ങളുടെ സെക്രട്ടറിമാരുടെ വേറൊരു യോഗം കൂടെ, സംയുക്ത യോഗം കൂടെ നടന്നു. കാരണം ഒരു യുദ്ധ സാഹചര്യത്തിലേക്കോ അല്ലെങ്കിൽ ഒരു പ്രത്യാക്രമണത്തിൻ്റെ സാഹചര്യത്തിലേക്കോ, മറ്റൊന്ന് വലിയ പ്രകോപനങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് ഇനിയും സംഭവിക്കുന്ന പക്ഷം ഏത് തരത്തിൽ മൊത്തത്തിൽ രാജ്യത്തിൻ്റെ സൈനികമായുള്ള ഇൻഫ്രാസ്ട്രക്ചറിനെ അല്ലെങ്കിൽ അതിൻ്റെ ലോജിസ്റ്റിക്സ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടത്, അതിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കുമുള്ള റോൾ എന്താണെന്നുള്ളത് വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ക്യാബിനറ്റ് സെക്രട്ടറിമാരുടെ പ്രത്യേക യോഗം നടന്നു. ഇതിൽ ടെലികമ്മ്യൂണിക്കേഷൻ ഉൾപ്പെടെ എന്ന് പറയാൻ കാരണം ഈ ടെലികമ്മ്യൂണിക്കേഷൻ എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമുക്കറിയാം, ഇപ്പോൾ അതിർത്തിയിലുള്ള ഏറ്റുമുട്ടലുകൾ അല്ലെങ്കിൽ അതിർത്തിയിൽ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് അത് കശ്മീരിലാണെങ്കിലും പഞ്ചാബ് മേഖലയിലാണെങ്കിലും എല്ലാം തന്നെ നടന്ന ആക്രമണങ്ങളോട് പ്രതിരോധം തീർത്തു കഴിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ ജയ്സാൽമീറിൽ BSF പാകിസ്ഥാൻ്റെ ആക്രമണത്തെ ചെറുത്തിരിക്കുന്നു. അതിനെ തിരിച്ചാക്രമിക്കുന്ന തരത്തിലേക്ക് മുന്നോട്ട് പോയിരിക്കുന്നു. ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഒപ്പം അതിർത്തിയിലെ മനുഷ്യരുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ ജീവൻ്റെ സുരക്ഷ സംബന്ധിച്ച പ്രശ്നങ്ങളുണ്ട്. മറ്റൊന്ന്, ഇന്ത്യയിൽ IPL നടക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങൾ, അതിനെല്ലാം സുരക്ഷയൊരുക്കേണ്ട സാഹചര്യത്തിൽ കൂടിയാണ് നിലവിൽ ഇപ്പോൾ നടക്കുന്ന ഉന്നതതല യോഗങ്ങൾ നടക്കുന്നത്. ഏതായാലും ഇന്ന് വിവിധ യോഗങ്ങൾ നടക്കും. ഒന്ന്, സൈനിക മേധാവികളുടെ യോഗം അവസാനിച്ചാൽ ഇതിനു ശേഷം വിദേശകാര്യ സെക്രട്ടറിയും സൈനിക മേധാവികളുടെ അതിനെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനവും ഉണ്ടാകും. ഒപ്പം തന്നെ ഇന്ന് നരേന്ദ്രമോദി, രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച. അതിനുശേഷം ഈ കാര്യത്തിൽ എന്ത് നടപടികളിലേക്ക് പോകും, ഏതൊക്കെ തരത്തിൽ നമ്മൾ രാജ്യം മുന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ള കാര്യം ഏതായാലും സൈനിക മേധാവികൾ ഉൾപ്പെടെയുള്ള കാര്യം ഇവർ ചർച്ച ചെയ്യും. ഇത്തരത്തിൽ പുതിയ ക്രമീകരണങ്ങളും പുതിയ നിർദ്ദേശങ്ങളും വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നിലവിൽ ചണ്ഡീഗഡിലടക്കം ബ്ലാക്ക് ഔട്ടുകളുടെ ഒരു സാധ്യതയിലേക്ക് പോയി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാഹചര്യത്തിലേക്ക് പോയി. അമൃത്സറിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സാഹചര്യത്തിലേക്ക് വന്നു. ഒപ്പം തന്നെ ധരംശാല അടക്കമുള്ള മേഖലകളിലേക്ക് വന്നു. ഇത് സുരക്ഷാ ക്രമീകരണത്തിൻ്റെ കൂടെ ഭാഗമാണ്. ഏതായാലും അതുപോലെ കശ്മീർ
മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ജമ്മുവിലെ മേഖലകളിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടുത്തെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ആ മേഖലകളിലേക്ക് നേരിട്ട് എത്താനുള്ള അദ്ദേഹം അവിടെ എത്തി. ഇങ്ങനെ പലതരത്തിൽ അതുപോലെ വിവിധ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് പഞ്ചാബ്, രാജസ്ഥാൻ, കശ്മീർ, അതുപോലെ തന്നെ നമുക്കറിയാം ഗുജറാത്ത്, ഒപ്പം ലഡാക്കിൻ്റെ മേഖലകൾ ഉൾപ്പെടെ അവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണർ അടക്കം കശ്മീരിലെയും അടക്കമുള്ളവരുടെ അവരുമായി ആശയവിനിമയം ഹോം മിനിസ്ട്രി നടത്തുന്നുണ്ട്. ഒപ്പം ഈ മേഖലകളുടെ സുരക്ഷ സംബന്ധിച്ചുള്ള കൂടുതൽ നിർദ്ദേശങ്ങൾ വരാനിടയുണ്ട്. നിലവിൽ ഒരു പ്രകോപനത്തിലേക്കോ ഒരു പാകിസ്ഥാനിൽ നിന്ന് കൂടുതൽ പ്രകോപനങ്ങളിലേക്ക് പോയാൽ ഏതൊക്കെ തരത്തിൽ ഉള്ള രീതികൾ മുന്നോട്ട് വെക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള സ്ട്രാറ്റജി മുന്നോട്ട് വെക്കണമെന്ന് സംബന്ധിച്ച തീരുമാനങ്ങൾ ഈ വരും മണിക്കൂറുകൾ നടക്കും, ഈ പ്രധാനപ്പെട്ട യോഗങ്ങളിൽ നടക്കും. ബിനിൽ, ശരി, അങ്ങനെ ആ വിധത്തിലാണ് ന്യൂഡൽഹി പ്രതികരിക്കുന്നത്. ന്യൂഡൽഹിയിൽ അത്തരം നീക്കങ്ങളാണ് നടക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്.